തമ്മിൽ എന്തായിരിക്കും പ്രശ്നം? ഇവളെന്താ ഒറ്റക്ക് സംസാരിക്കുന്നേ? ആ അമ്മു ആണല്ലോ. അമ്മു, ഹലോടാ പറ. ഏത് നേരവും ഇങ്ങനെ എന്തിനാ അവളെ വിളിക്കുന്നേ? എന്ത് നാളെ പറ്റില്ലെന്നോ? അതെന്താടാ നീ അങ്ങനെ പറയുന്നേ? ഞാൻ നിന്നോട് ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ പാർട്ടിക്ക് നീ വരണമെന്ന്. എന്നിട്ടിപ്പോ വരാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ. ഓ, കണ്ട പാർട്ടിക്കൊക്കെ വിളിക്കാ. നിങ്ങളെ കെട്ടിയോളല്ലേ അവള്? ഒന്നും നീ ഇങ്ങോട്ട് പറയണ്ട. നാളെ വന്നേ പറ്റൂ. ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു പോയി. നീ വന്നേ പറ്റൂ. നിനക്കെന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ വരും. സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറയുന്നത് കേട്ടില്ലേ? എന്തേലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ വഴി തെറ്റിപ്പോവും. ഏയ്, നിങ്ങളെ വിളിക്കുന്നേ. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലില്ലല്ലോ കണ്ണേട്ടാ. എന്നാ ശരി അമ്മു, ഗുഡ് നൈറ്റ്. ഓ, ഇങ്ങരുടെ ഗുഡ് നൈറ്റ് കേട്ടില്ലെങ്കിൽ അവൾ ഉറങ്ങില്ലല്ലോ. വൈക, നീ എന്തിനാ എന്നെ വിളിച്ചേ? ഇപ്പൊ ആരാ നിങ്ങളെ വിളിച്ചേ? അതെന്തിനാ ഞാൻ നിന്നോടൊക്കെ പറയുന്നേ? എന്നാലും ചോദിച്ച സ്ഥിതിക്ക് പറയാം. എന്റെ പിയെ അമ്മുവാ വിളിച്ചേ. അവളെന്തിനാ ഏത് നേരവും നിങ്ങളെ വിളിക്കുന്നേ? പിഎം സാറും ഒക്കെ അങ്ങ് ഓഫീസിൽ മാത്രം പോരെ? ഇത് ഏത് നേരവും വിളിച്ചോണ്ടിരിക്കും. ഞങ്ങൾ തമ്മിൽ വിളിക്കും. അതിന് നിനക്കെന്താ? നിനക്കെന്തായാലും എന്റെ സ്നേഹത്തെ വിശ്വാസമില്ലായിരുന്നല്ലോ. അപ്പോ പിന്നെ അത് വിശ്വാസമുള്ളവർക്ക് കൊടുത്തു. ഓ, നിങ്ങൾ കൊടുക്കാതിരിക്കുക എന്ത് വേണം ചെയ്തോ. പക്ഷേ ഇവിടെ വീട്ടിലുള്ളവർ അറിഞ്ഞാ എനിക്കാ നാണക്കേട്. അതുകൊണ്ട് ഞാനിത് സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആര് ചോദിച്ചു? എന്റെ ജീവിതം ഞാൻ തീരുമാനിക്കും. അതിനിടയിൽ ഭാര്യ ചമയാൻ നിൽക്കേണ്ട. നിന്നോട് എനിക്ക് ഒരു സ്നേഹവും ഇല്ല, പകരം വെറുപ്പാണുള്ളത്. അതിനി കൂടാതെ പോകുന്നതാ നല്ലത്. ആഹാ, അങ്ങനെ പോകാനല്ല ഞാൻ വന്നേക്കുന്നേ. എന്റെ കഴുത്തിൽ നിങ്ങളുടെ താലി ഉള്ളിടത്തോളം കാലം ഞാൻ ഒന്നിനും സമ്മതിക്കില്ല. എന്ന് വെച്ച് ഞാൻ നിങ്ങളുടെ കാര്യം നോക്കാൻ വരുന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ എന്റെ കാര്യങ്ങൾ നോക്കാൻ. പിന്നെ ആ താലി, അതല്ലേ ഇപ്പോഴത്തെ പ്രശ്നം. അത് ഞാൻ അയച്ചേക്കാം. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഏട്ടനുണ്ടെന്ന് അറിയായിരുന്നു. അതുകൊണ്ടാ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോഴും ഞാനത് കാര്യമാക്കാൻ. പക്ഷേ ഇന്ന് അതൊക്കെ ഒരു തോന്നലാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും ആ താലി പൊട്ടിച്ചെറിയാൻ മാത്രം കൈ ഉയരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത? ഈശ്വര, സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. ജാനമ്മേ, എന്നാ ഞാൻ ഇറങ്ങുവാണേ. അല്ല, മോള് ഓഫീസിലേക്കല്ലേ? അതെ ജാനമ്മേ. മോളെന്തിനാ തനിച്ചു പോകുന്നേ? ഇന്ന് അരുണില്ലേ? ദാ ചെക്ക, നീ ഇന്ന് പോവില്ലേ ഓഫീസിലേക്ക്? വേണ്ട ജാനമ്മേ, ഞാൻ ബസ്സിൽ പോയിക്കോളാം. ദാ ചെക്ക, നിനക്ക് അവളൊന്ന് കൊണ്ടുവിട്ടൂടായിരുന്നോ? നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? വൈകു, നീ എന്താടി വന്നിട്ട് ഒരു മൈൻഡ് പോലും ചെയ്യാത്തെ? നിനക്കെന്താ പറ്റിയേ? ഓ, എനിക്കൊന്നും പറ്റിയിട്ടില്ലേ. ഞാൻ മൈൻഡ് ആക്കാത്തെ വേറൊന്നും കൊണ്ടല്ല. ആ ബോസ് എങ്ങാനും കണ്ട പിന്നെ അത് മതി. അപ്പൊ പണി തരും. അങ്ങേര് നിന്റെ കെട്ടിയോനല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യോ? അത് നിങ്ങൾക്ക് മാത്രം തോന്നിയാ പോരല്ലോ, അവർക്കും തോന്നണ്ടേ? എന്ത്? ഒന്നുമില്ല. കെട്ടിയാനും കെട്ടിയോളൊക്കെ അങ്ങ് വീട്ടിലാ. ഇവിടെ നിങ്ങളെ പോലെ തന്നെ ഞാനും. ദീ അങ്ങോട്ട് നോക്ക്, അരുൺ സാറും പിയെയും. നിനക്ക് കുശുമ്പൊന്നും തോന്നുന്നില്ലേ അങ്ങേരുടെ കൂടെ അവൾ നടക്കുന്നതിൽ? ഹാ, കുശുമ്പും കൊണ്ട് ചെന്നാൽ അങ്ങേരും പിയെയും കൂടെ